Hi all, welcome to Enlearn Academy's Quick Learn series. This is class 4 and നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കോളേജിലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ അത് അപ്ലിക്കേഷൻ ലെവൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് ഇന്ന് ചെയ്യുന്നത്. എക്കോളജിയിൽ പൊതുവെ പ്രോബ്ലംസ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് ചെയ്യാനെടുക്കുന്ന ടൈം അത് നമുക്ക് ഒരു ക്വസ്റ്റ്യന് നമുക്ക് ജനറലി നമ്മൾ CSIR ഒരു ക്വസ്റ്റ്യന് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത് സി പാർട്ടിലാണെങ്കിൽ 4 മിനിറ്റ്സ് അല്ലെങ്കിൽ 3 മിനിറ്റ്സ് മാക്സിമം, ബി പാർട്ടിലാണെങ്കിൽ 1 മിനിറ്റ്, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ സി പാർട്ടിലാണ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ്. അത് അത്രയും ടഫ് ആവാനുള്ള ചാൻസ് കുറവാണ്. ക്വസ്റ്റ്യൻ വന്നാലും ടഫ് ആവാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, പിന്നെ ടെക്നിക്സ് കൂടി മിക്സ് ചെയ്തിട്ടുള്ള മോളിക്കുലാർ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കുറച്ചുകൂടെ ടഫ് ആവുക. എക്കോളജിയിൽ വരുന്നത് പൊതുവെ എളുപ്പമുള്ളതാണ്. നമുക്ക് എക്കോളജിയിൽ ആകെ കുറച്ച് ഇക്വേഷൻസ് മാത്രം, പോപ്പുലേഷൻ എക്കോളജിയിലാണ് അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നത്, പ്രോബ്ലംസ് വരുന്നത്. സോ പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുള്ള കുട്ടികളാണെങ്കിൽ ഫോക്കസ് ഓൺ പ്രോബ്ലംസ്, ഇറ്റ് വിൽ ഹെൽപ്പ്. കാരണം നമുക്ക് ടൈം കുറച്ച് മതി. പക്ഷെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം, കാരണം പെട്ടെന്ന് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ സ്റ്റഡി കമ്പയറിംഗ് ഡിഫറെന്റ് plant communities A to D across a landscape, the following data were obtained. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇതിൽ കമ്മ്യൂണിറ്റി ABCD എന്ന് പറഞ്ഞിട്ട് 4 കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്കകത്തുള്ള സ്പീഷ്യസിന്റെ നമ്പർ തന്നിട്ടുണ്ട്, 12, 25, 11, 19 എന്ന് പറഞ്ഞിട്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്പീഷ്യസ് ദാറ്റ് ഇസ് കോമൺ ടു ബോത്ത് കമ്മ്യൂണിറ്റി. രണ്ട് കമ്മ്യൂണിറ്റിയിൽ, അതായത് ABCD എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള 4 കമ്മ്യൂണിറ്റീസിൽ രണ്ട് കമ്മ്യൂണിറ്റീസിൽ കോമൺ ആയിട്ട് വരുന്ന സ്പീഷ്യസിന്റെ എണ്ണം. കമ്മ്യൂണിറ്റി എയും ബിയിലും കോമൺ ആയിട്ട് 9 വരുന്നുണ്ട്, എയും സിയിലും 8, ബിയും സിയിലും 6, ആൻഡ് എയും ഡിയിലും 10, എയും ബിയും 14, ആൻഡ് ബിയും ഡിയിലാണ് 14, സിയും ഡിയിലും 7. അങ്ങനെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് represents the pair of communities with highest similarity value when Sorensen's coefficient is used. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ്. ഓപ്ഷൻ 1 A and C, ഓപ്ഷൻ 2 A and D, ഓപ്ഷൻ 3 B and C, and ഓപ്ഷൻ D B and D. നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അറിയേണ്ട കാര്യം, ഇതൊരു പ്രോബ്ലം ആണല്ലോ. സോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സൊറൻസൺസ് കോഎഫിഷ്യന്റ് ആണ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് സൊറൻസൺ ഇൻഡെക്സ് അറിയാന്ന്, അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്താണെന്ന് അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്മ്യൂണിറ്റി എടുക്കുകയാണ്. കമ്മ്യൂണിറ്റിക്കകത്ത് കുറേ ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, സ്പീഷ്യസുകൾ വരും. അതായത് കുറേ സ്പീഷ്യസുകൾ വരും. ആ സ്പീഷ്യസുകളിൽ രണ്ട് കമ്മ്യൂണിറ്റി, ഇപ്പോൾ എയും ബിയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരെണ്ണം ട്രിവാൻഡ്രം, ഒരെണ്ണം കാസർഗോഡുള്ള 2 കമ്മ്യൂണിറ്റി എടുക്കുകയാണെങ്കിൽ ആ 2 സ്ഥലത്തുള്ള സ്പീഷ്യസുകൾ ഏതൊക്കെയാണെന്നും അവിടെ കോമൺ ആയിട്ട് വരുന്ന സ്പീഷ്യസുകൾ, ഇപ്പോൾ ട്രിവാൻഡ്രത്തും കാസർഗോഡും കടുവയുണ്ട്, അതൊരു കോമൺ സ്പീഷ്യസ് ആണ്. ട്രിവാൻഡ്രത്ത് മാത്രമേ ജിറാഫ് ഉള്ളൂ, കാസർഗോഡ് ഇല്ല. അപ്പം അത് ട്രിവാൻഡ്രത്ത് മാത്രം കാണുന്ന സ്പീഷ്യസ് ആണ്. ഓക്കെ, അങ്ങനെ സ്പീഷ്യസുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ കാടുകളിലൊക്കെ പോയിട്ട് സർവേ എടുക്കുന്ന PhD ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് സർവേ എക്കോളജി ടോപ്പിക്കായിട്ട് എടുക്കുന്നവർ സർവേ കൂടുതലായിട്ട് ചെയ്യണം. സോ അവര് കാടുകളിലൊക്കെ പോയിട്ട് അവിടുത്തെ എല്ലാ ആനകളെയും എല്ലാ ഓർഗാനിസത്തിനെയും പോയി കണ്ട് നമ്പർ എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സോ അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. 2 കമ്മ്യൂണിറ്റീസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡൈവേഴ്സിറ്റി ഇൻഡെക്സ്. സോ ഇതിൽ നമ്മൾ നോക്കുന്നത് ഡൈവേഴ്സിറ്റി ഇൻഡെക്സിൽ 3 എണ്ണം പറയുന്നുണ്ട്: സിമ്പിൾ മാച്ചിങ് ഇൻഡെക്സും, ജക്കാർഡ് ഇൻഡെക്സും, ആൻഡ് സൊറൻസൺ ഇൻഡെക്സും. അങ്ങനെ 3 എണ്ണമാണ് വരുന്നത്. സോ അതിൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സൊറൻസൺ ഇൻഡെക്സ് ആണ്. സൊറൻസൺ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമിലാരിറ്റി ഇൻഡെക്സ് ദാറ്റ് ഇൻഡെക്സ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ഓഫ് how similar two sets are, and it's used in many fields including ecology, informatics, ethnobiology. സോ നമ്മൾ ബയോളജിക്കകത്ത്, എക്കോളജിക്കകത്ത് സൊറൻസൺ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്, അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ്. അത് എക്കോളജിയിൽ യൂസ് ചെയ്യുന്നത് ടു കമ്പയറിംഗ് ദ സ്പീഷ്യസ്, അതായത് 2 കമ്മ്യൂണിറ്റികളുടെ സ്പീഷ്യസ് കോമ്പോസിഷനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്.
അവർ രണ്ടുപേരും എത്ര സിമിലർ ആണ്, അതായത് രണ്ട് കമ്മ്യൂണിറ്റിയിലും എത്ര അധികം സ്പീഷീസ് കോമൺ ആയിട്ടുണ്ട്. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൊറൻസൺ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. നമുക്കല്ലാതെയും രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള സ്പീഷീസ്, ഇവിടെ ആനയും കടുവയും കുതിരയും ഉണ്ട്, അവിടെയും ആനയും കടുവയും കുതിരയും മുയലും, അങ്ങനെ 4 പേരുണ്ടെങ്കിൽ രണ്ട് കമ്മ്യൂണിറ്റിയിൽ കോമൺ ആയിട്ട് വരുന്നത് 3 സ്പീഷീസുകളാണ്. അങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷെ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ചെയ്യുന്നത് അതാണ് ഈ സൊറൻസൺ ഇൻഡെക്സ് പറയുന്നത്. സോ നമുക്ക് 3 തന്നിരിക്കുന്നു. ഇതിനകത്ത് ഡെഫിനിഷൻ, സൊറൻസൺ ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ ഇതാണ്: 2a by 2a plus b plus c. ഇനി എ ബി സി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഇതാണ്, ഒന്നുകൂടെ നോക്കുക. 2a by 2a plus b plus c. ഇനി സിമ്പിൾ മാച്ചിങ് നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷൻ ഇതാണ്: a plus d divided by a plus b plus c plus d. ജക്കാർഡ് ഇൻഡെക്സിന്റെ വരികയാണെങ്കിൽ a by a plus b plus c. ഓക്കെ, സോ ഇത് പഠിക്കാൻ എളുപ്പത്തിന് ആദ്യം ജക്കാർഡ് പഠിക്കുക, a by a plus b plus c. അത് കഴിഞ്ഞ് സൊറൻസൺ ഇൻഡെക്സ് പഠിക്കാം. അതായത് എയുടെ കൂടെ രണ്ട് ഭാഗത്തും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു 2 ചേർക്കുക, മൾട്ടിപ്ലൈഡ് ബൈ 2. ഇതാണ് സൊറൻസൺ ഇൻഡെക്സ്. പിന്നെ സിമ്പിൾ മാച്ചിങ് ഇൻഡെക്സിൽ വരുമ്പോൾ ജക്കാർഡിന്റെ കൂടെ രണ്ട് സ്ഥലത്തും d പ്ലസ് ചെയ്യുക. ഇങ്ങനെ പഠിക്കാം, എളുപ്പമായിരിക്കും. ഓക്കെ, ഇനി എന്താണ് എയും ബിയും സിയും ഡിയും നമുക്ക് നോക്കാം. നമുക്ക് രണ്ട് കമ്മ്യൂണിറ്റീസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്, കമ്മ്യൂണിറ്റി എയും കമ്മ്യൂണിറ്റി ബിയും. അതിനകത്ത് നമുക്ക് തന്നിരിക്കുന്ന 4 എ ബി സി ഡി, നമ്മൾ ഇക്വേഷനിൽ യൂസ് ചെയ്യുന്ന 4 എ ബി സി ഡി എന്ന് പറയുന്നത്. അതിൽ എ എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സ്പീഷീസ് ദാറ്റ് ഇസ് കോമൺ ടു ബോത്ത് ദ കമ്മ്യൂണിറ്റീസ്. രണ്ട് കമ്മ്യൂണിറ്റീസിലും കോമൺ ആയിട്ട് വരുന്ന സ്പീഷീസുകൾ, അതാണ്. കമ്മ്യൂണിറ്റി എയിലും കമ്മ്യൂണിറ്റി ബിയിലും പ്രസന്റ് ആയിട്ടില്ല, രണ്ട് കമ്മ്യൂണിറ്റിയിലും പ്രസന്റ് ആയിട്ട് വരുന്ന സ്പീഷീസ് ആണ് എ എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ എ. ഇനി ബിയും സിയും, ഈ ബിയും സി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണേലും എടുക്കാം. അതായത് സംഭവം ഇതാണ്: ദ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ കമ്മ്യൂണിറ്റി, ഒരു കമ്മ്യൂണിറ്റിയിൽ ഉള്ളതും മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള സ്പീഷീസുകൾ. ഓക്കെ, കമ്മ്യൂണിറ്റി എയിൽ കുറച്ച് സ്പീഷീസ് പ്രസന്റ് ആണ്, പക്ഷെ അത് കമ്മ്യൂണിറ്റി ബിയിൽ ആബ്സെന്റ് ആണ്. ഓക്കെ, സോറി, ഇവിടെ നേരെ തിരിച്ചാ വന്നത്. കമ്മ്യൂണിറ്റി എയിൽ ആബ്സെന്റ് ആണ്, ബിയിൽ പ്രസന്റ് ആണെന്നുള്ള. ഇവിടെ കമ്മ്യൂണിറ്റി എയിൽ പ്രസന്റ് ആണ്, പക്ഷെ ബിയിൽ ആബ്സെന്റ് ആണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും കുഴപ്പമില്ല. ഓക്കെ, എ മാറരുത് കേട്ടോ, അത് മാറിക്കഴിഞ്ഞാൽ കണക്ക് തെറ്റും. ഡിയും മാറരുത്. ഡി എന്ന് പറയുന്നത് രണ്ട് സ്പീഷീസ്, രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തും ആബ്സെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. കമ്മ്യൂണിറ്റി എയും കമ്മ്യൂണിറ്റി ബിയിലും ആബ്സെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. സോ എയും ഡിയും, എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും കോമൺ, ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിലും ആബ്സെന്റ്, ബിയും സി എന്ന് പറഞ്ഞെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ പ്രസന്റും മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ആബ്സെന്റ്. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നമില്ല. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി സൊറൻസൺ ഇൻഡെക്സിൽ വരുന്നത് 2a by 2a plus b plus c. അതിൽ ഡിയുടെ ആവശ്യമില്ല, അതായത് ഇവിടെ രണ്ട് കമ്മ്യൂണിറ്റിയിൽ ആബ്സെന്റ് ആയ ആളുകളെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. സോ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എന്തൊക്കെയുണ്ട്? ഓരോ കമ്മ്യൂണിറ്റിക്കകത്തുള്ള സ്പീഷീസിന്റെ എണ്ണം, രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തുള്ള സ്പീഷീസ് കോമൺ ആയിട്ട് വരുന്നവരുടെ എണ്ണം, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാനൊരു കാര്യം ചോദിക്കാം, നമ്മളിത് മൊത്തം ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതായത് എയും ബിയിലും എയും സിയിലും എയും ഡിയിലും ദെൻ ബി സി ബി ഡി ആൻഡ് സി ഡി, ഇത് മൊത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഈ 4 എണ്ണത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ, സൊറൻസൺ കോഎഫിഷ്യന്റ് വാല്യൂ ഏറ്റവും ഹയസ്റ്റ് കാണിക്കുന്നത് ആർക്കാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആകെ ചെയ്യേണ്ടത് ഈ 4 എണ്ണം മാത്രം കമ്പയർ ചെയ്യേണ്ടത്. എയും സിയും കമ്പയർ ചെയ്യുക, എയും ഡിയും നോക്കുക, ബിയും സിയും ബിയും ഡിയും നോക്കാം. അപ്പൊ അതിൽ നമുക്ക് എയും ബിയും ആവശ്യമില്ല. ഓക്കെ, ബാക്കിയെല്ലാം ചെയ്യണം. ദെൻ സിയും ഡിയും ആവശ്യമില്ല, ഇത് രണ്ടും നമ്മൾ ചെയ്യണ്ട, ബാക്കിയുള്ളത് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഓപ്ഷൻ 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ആൻഡ് സിയിൽ വരുമ്പോൾ നമ്പർ ഓഫ് സ്പീഷീസ് ഇൻ കമ്മ്യൂണിറ്റി എ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, ദാറ്റ് ഈസ് 12. ആൻഡ് കമ്മ്യൂണിറ്റി സിയിലുള്ളത് 11. രണ്ട് കമ്മ്യൂണിറ്റിയിലും കോമൺ ആയിട്ട് വരുന്നത് 8. അങ്ങനെ 3 വാല്യൂ കിട്ടി. അപ്പോൾ രണ്ട് സ്പീഷീസിലും രണ്ട് കമ്മ്യൂണിറ്റിയിലും കോമൺ ആയിട്ട് വരുന്ന സ്പീഷീസിന്റെ നമ്പർ ഏതായിരുന്നു? സ്മോൾ ലെറ്റർ എ. നമുക്ക് എ കിട്ടി. ഇനി ഒരു കമ്മ്യൂണിറ്റിയിലുള്ളതും മറ്റൊരു കമ്മ്യൂണിറ്റിയിൽ ആബ്സെന്റും ആയിട്ടുള്ള ആളുകളെ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതായത് കമ്മ്യൂണിറ്റി എയിലുണ്ട് പക്ഷെ സിയിൽ വരാൻ പാടില്ല.
അങ്ങനെയുള്ളവരെ നോക്കാനായിട്ട് കമ്മ്യൂണിറ്റി എയിൽ എത്ര പേരുണ്ട്? 12. കമ്മ്യൂണിറ്റി എയിലും സിയിലും കോമൺ ആയിട്ട് എത്ര പേരുണ്ട്? 8. 12 പേരിൽ 8 പേര് എന്തുണ്ട്? സിയിലുണ്ട്, എയിലുണ്ട്, അതേപോലെ തന്നെ സിയിലുണ്ട്. അപ്പൊ അത് മൈനസ് ചെയ്താൽ പോരെ. ടോട്ടൽ 12ൽ നിന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയിൽ മാത്രമുള്ള ആളുകളുടെ എണ്ണം കിട്ടും, അല്ലെങ്കിൽ എയിൽ മാത്രമുള്ള സ്പീഷീസിന്റെ എണ്ണം കിട്ടും. അതാണ് 12 മൈനസ് 8 ചെയ്തിട്ടുള്ള 4 കിട്ടിയത്. സോ ഫോർ ദ ബി ഇറ്റ് ഈസ് 4. ഓക്കെ, ബിയുടെ വാല്യൂ 4 ആണ് വരുന്നത്. ഇനി നമ്പർ ഓഫ് സ്പീഷീസ് പ്രസന്റ് ഇൻ കമ്മ്യൂണിറ്റി സി ബട്ട് നോട്ട് ഇൻ എ. നേരെ തിരിച്ച്, സിയില് 11 ടോട്ടല്, എയിലും സിയിലും കോമൺ ആയിട്ടുള്ളത് 8 പേര്. 11ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാക്കി 3. സോ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ഇനി എങ്ങനെ സൊറൻസൺ ഇൻഡെക്സിന്റെ ഡെഫിനിഷൻ? 2a by 2a plus b plus c. a എന്ന് പറയുന്നത് 8 ആണ്, അപ്പൊ 2 into 8 then divided by 2a, 28 plus ബിയും സിയും, b 4 c 3. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും 16/23. that is equal to 0.695. 0.695. ഇനി അതേപോലെ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്ത് നോക്കണം, എയും ഡിയും ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ വീണ്ടും വിശദീകരിച്ച് എഴുതിയിട്ടില്ല, മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ എ കാൽക്കുലേറ്റ് ചെയ്യുക, ബി സി. 10 to 9 അങ്ങനെ കിട്ടി. സൊറൻസൺ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 20/31 that is equal to 0.645. നേരത്തെ കിട്ടിയത് 0.69 ആണ് കേട്ടോ. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഓപ്ഷൻ 1 ആണ് ഹയസ്റ്റ് വാല്യൂ കാണിച്ചിരിക്കുന്നത് 2-നേക്കാൾ. ഇനി മൂന്നാമത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൊറൻസൺ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ വാല്യൂ അതേപോലെ കൊടുത്തിട്ടുള്ളതാണ്, മൈനസ് ഒക്കെ ചെയ്തിട്ട് അതേപോലെ കിട്ടിയതാണ്. ദെൻ 12/36 ആണ്. ഈ 12/36 ആൻസർ വരുന്നത് 0.33. സോറി, 0.33 ആണ് അവിടെ ആൻസർ വരുന്നത്. സോ ഏതാ വലുത്? ഇപ്പോഴും ഓപ്ഷൻ 1 തന്നെയാണ് വലുത്. ഇനി ഓപ്ഷൻ 4 ബി ആൻഡ് ഡി കമ്പയർ ചെയ്യുമ്പോൾ 2 into 14 divided by 2 into 14 plus 5 plus 11. എ ബി സിയുടെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ. then 28/44 that is equal to 0.636. അതായത് 0.63, 0.64, 0.69. ഏതാ ഹയസ്റ്റ് വാല്യൂ? 0.69 അല്ലെങ്കിൽ 0.7 എന്നാണ് ഇവിടെ വരിക. എന്തായാലും 695 അല്ലേ, സോ ഇറ്റ്സ് ഈക്വൽ ടു 7.7. സോ ഹയസ്റ്റ് വാല്യൂ കാണിക്കുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് സൊറൻസൺ ഇൻഡെക്സ് വാല്യൂ, സൊറൻസൺ കോഎഫിഷ്യന്റ് ഹയസ്റ്റ് വാല്യൂ കാണിക്കുന്നത് ഇസ് ആരാണ്? ഓപ്ഷൻ 1 ആണ്, എ എൻ സി. സോ ദ ആൻസർ ഈസ് എ എൻ സി. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ എയും അതുപോലെ തന്നെ ബിയും ഈ രണ്ട് കമ്മ്യൂണിറ്റികൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തില്ല. പക്ഷെ അതേപോലെ തന്നെ സിയും ഡിയും ഈ രണ്ട് കമ്മ്യൂണിറ്റീസും കമ്പയർ ചെയ്തില്ല. സോ ഇങ്ങനെയാണ് നമ്മൾ ടാറ്റിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി യൂസ് ചെയ്യേണ്ടത്. അതായത് നമുക്കിപ്പോൾ ഓപ്ഷനിൽ തന്നത് മാത്രം ചെയ്തു നോക്കിയാൽ മതി, കാരണം ഇതിലുള്ളതിൽ ഏതാണ് വലിയ വാല്യൂ എന്നാണ് നമുക്ക് കിട്ടേണ്ടതുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് ചെയ്യാൻ നിൽക്കണ്ട. ലൈക്ക് എയും ബിയും കമ്പയർ ചെയ്യണ്ട, സിയും ഡിയും കമ്പയർ ചെയ്യണ്ട. പക്ഷെ അവരിതിൽ വാല്യൂ തന്നിട്ടുണ്ടോ? ഉണ്ട്. ബിയും സിയിലും എയും ബിയിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ തന്നിട്ടുണ്ട് 9. അതേപോലെ തന്നെ സിയും ഡിയിലും കോമൺ ആയിട്ട് വരുന്ന ആളുകൾ തന്നിട്ടുണ്ട് 7. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത വാല്യൂസ് ആണ്. അത് അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെയും എന്താ പറയാ ആവശ്യമില്ലാത്ത വാല്യൂസും ഇട്ട് വെക്കും. സോ ഇത് കണ്ടിട്ട് നമ്മൾ അയ്യോ ഇത് ചെയ്തില്ലല്ലോ, ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ടെൻസ്ഡ് ആവണ്ട. നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താണോ ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുക, ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ ചെയ്യുക. ഓക്കെ, അതാണ് എക്കോളജിയിൽ കണക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കണക്ക് പൊതുവെ കുറവാണ്, എന്നാലും കണക്ക് അറിയുന്നവരാണെങ്കിൽ just do the max and this is all. Thank you.